കുറേ നാളിന് ശേഷമുള്ള ഒരു തീർത്ഥാടന യാത്രയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ത്രില്ലിലാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു 48 പേരോളം അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് പോയത്. കുട്ടികളിലും എല്ലാവർക്കും വെക്കേഷൻ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളുമുണ്ട്. എല്ലാവർക്കും ഓൾറെഡി യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ്. ഓൾറെഡി സീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും സെറ്റായി ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കുഞ്ഞപ്പൻ ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കിരിക്കാനായിട്ട് ബാക്കിലോട്ട് പോയി. അത് കുഞ്ഞപ്പന് വീണ്ടും പിന്നെ പണി കിട്ടിയിരിക്കുകയാണ്. ലാസ്റ്റ് സീറ്റ് ഇല്ലാതെ വന്നു. പിന്നെ പെൺപിള്ളേർ മോളും മോളുടെ റിലേഷനാണ്. അവർ രണ്ടുകൂടെ ഒരു ഗോഷ്ഠിയായിട്ട് ഇരുന്നിട്ട് കാണിക്കുന്നുണ്ട്. അവർ എൻജോയ് ചെയ്തു നന്നായിട്ട് തന്നെ. കുഞ്ഞപ്പൻ സീറ്റില്ലാതെ ലാസ്റ്റ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നതാണ് കാണുന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി അയാൾക്ക് സീറ്റ് പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. പിന്നെ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ദോശയും ചമ്മന്തിയാണ് കിട്ടിയത്. ലേറ്റായി പോയായിരുന്നു. ഒരു 12:30 1 മണി ആ സമയം ആയിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അമ്പലത്തിൽ രാത്രി ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിലാണ് ആദ്യം കയറിയത്. പിന്നെ അമ്പലം അടച്ചിട്ടില്ല, വാഹനങ്ങളെ കേട്ടത്തില്ല. എല്ലാവരും ജസ്റ്റ് കയറി ക്ലോസ് ആയതുകൊണ്ട് വാഹനങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങി. അതേസമയം അവിടെ നിന്നില്ല, അങ്ങോട്ടേക്ക് കുറച്ച് സംസാരിക്കേണ്ടി വന്നു. ഓച്ചിറ അമ്പലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണല്ലോ. ആൾക്കാർ ഏത് സമയത്തും ഭിക്ഷക്കാരായാലും കുടിൽ കെട്ടി പറക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെയായാലും എല്ലാവരും എപ്പോഴും ഫുൾ ടൈം അവിടെ ആൾക്കാരുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ കേട്ടത്തില്ല എന്ന് പറഞ്ഞ അവിടെ ശരിയായ രീതിയായിട്ട് തോന്നിയില്ല. എങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഗണപതിയുടെ അടുത്ത് പോയി തൊഴുകയൊക്കെ ചെയ്തു. എന്നിട്ട് നേരെ വണ്ടിയിൽ കയറി. പിന്നെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ സൗകര്യാർത്ഥം മാറിയും കയറിയുമൊക്കെ ഇരുന്നാണ് യാത്ര തുടർന്ന് വന്നത്. പിന്നെ ഇടയ്ക്ക് സിനിമ കണ്ടു, കുറേ സമയം ഉറങ്ങി. അങ്ങനെ യാത്ര നീണ്ടു പോയി. പാട്ടിടുന്നുണ്ടായിരുന്നു ചില സമയത്ത്. അതിനുശേഷം നമ്മൾ ഇറങ്ങിയത് കൊടുങ്ങല്ലൂർ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. രാത്രിയായി. എങ്കിലും അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കയറി തൊഴുതു, നല്ലതായിട്ട് കണ്ടു, തൊഴാൻ പറ്റി. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. എന്നാലും കൊടുങ്ങല്ലൂർ അമ്മയെ നല്ല രീതിയിൽ കണ്ടു, തൊഴുതു, അനുഗ്രഹം വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നൊരു സംതൃപ്തി. അവിടെ കയറുന്നതിന് മുന്നായിട്ട് തന്നെ അവിടെ നിന്ന് റൂമിൽ പോയി ഫ്രഷായിട്ടാണ് വന്നത്. അവിടെയും നല്ല കത്തി ചാർജാണ്. കാരണം എപ്പോഴും ഈ അമ്പലങ്ങളെ കേന്ദ്രമാക്കിയിട്ട് ഉള്ള ലോഡ്ജുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസയാണ് നമ്മുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നത്. ഒരാൾക്ക് 200 രൂപ വെച്ചിട്ടാണ് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രം. എല്ലാം കൂടെ ഒരു 3/4 മണിക്കൂർ അത്രയും സമയം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തോളൂ. അങ്ങനെയാണ് ഈ അമ്പലങ്ങളുടെ പറമ്പിലുള്ള എല്ലാ കാര്യങ്ങളും പക്ക ബിസിനസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര സങ്കടകരമായൊരു കാര്യമായിട്ട് തോന്നി. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ എത്തിയത് ഗുരുവായൂരിലാണ്. ഗുരുവായൂരിൽ പാർക്കിംഗ് സ്പേസിൽ വണ്ടി ഇട്ടതിന് ശേഷം നമ്മൾ നടന്ന് റൂമിൽ പോയിട്ട് ഫ്രഷ് ആവാനായിട്ട് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നടന്നു. റൂമിൽ പോയി ഫ്രഷ് ആയതിന് ശേഷമാണ് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് അമ്പലത്തിലോട്ട് ഇറങ്ങിയത്. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു, റോഡിലായാലും എല്ലാം തന്നെ.
ഗുരുവായൂർ റൂമിൽ പോയി ഫ്രഷായിട്ട് അമ്പലത്തിൽ തൊഴാനായിട്ട് എല്ലാവരും കൂടെ പോയി. അമ്പലത്തിൽ പിന്നെ നല്ല റഷുള്ള ദിവസമായിരുന്നു. നല്ല കല്യാണങ്ങളും ചോറൂണും എല്ലാം നല്ലതായിട്ട് റോഡ് ഫുള്ള് തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നിട്ടാണ് അമ്പലത്തിലെത്തിയത്. ഒരു സങ്കടകരമെന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അടുത്തോട്ടൊന്നും അടുക്കാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്ക്. കല്യാണ പെണ്ണിനെയും ചെറുക്കന്മാരെയും ഒരുപാട് ചെറുക്കന്മാരെയും പെൺപിള്ളേരെയും കണ്ടു. കല്യാണ പെണ്ണ് വധുവരന്മാർ കണ്ടൊക്കെ മാലയിട്ട് കല്യാണം കഴിഞ്ഞ് പോകുന്നവർ, വിവാഹ സ്വപ്നങ്ങളുമായി വന്നവർ, കല്യാണം കഴിക്കാനായി വന്നവർ, പിന്നെ വാഹനങ്ങൾ ഒരുപാട് അവിടെ പൂജയ്ക്ക് നിരത്തി ഇട്ടിട്ടുണ്ട്. ഒരു സൈഡിലും പൂജാരി നിന്ന് പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കിനിടയിൽ അകത്ത് കയറി തൊഴുക എന്ന് പറഞ്ഞത് നിർഭാഗ്യവശാൽ നടന്നില്ല. ഞങ്ങൾ പുറത്തു നിന്ന് തൊഴുതു, ഫോട്ടോസൊക്കെ എടുത്തു. ഇത് തിരികെ നമുക്ക് വേറെ സ്ഥലങ്ങൾ ഒരുപാട് പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ അന്നേരം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോയി.